Hi all, plus 2 Botany chapter ആയ Biotechnology Principles and Process ആണ് ഇന്നത്തെ ക്ലാസ്. Observe this illustration. ഇവിടെ സാർ പറയുന്നുണ്ട് the insulin used for the treatment of diabetes is produced mainly from bacteria. ഡയബറ്റീസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻസുലിന് ബാക്ടീരിയയിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്നേരം ഒരു സ്റ്റുഡൻറ്റിന് ഡൗട്ട് വരുന്നുണ്ട്, ഹൗ ക്യാൻ ദ ഇൻസുലിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ബാക്ടീരിയം ബി യൂസ്ഡ് ബൈ ഹ്യൂമൻസ്? ബാക്ടീരിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിന് എങ്ങനെയാണ് ഹ്യൂമൻ ബീങ്സിന് യൂസ് ചെയ്യാൻ സാധിക്കുക? ഈ ഒരു ഇലസ്ട്രേഷൻ ഒരു പോയിന്റ് മനസ്സിലാക്കാം. അതായത് ഹ്യൂമൻ ബീങ്സിന് ആവശ്യമുള്ള ഇൻസുലിൻ ബാക്ടീരിയ യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഡയബറ്റീസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസുലിൻ ഹ്യൂമൻ ബീങ്സിന് ആവശ്യമുള്ള ഇൻസുലിനാണ്. അത് ബാക്ടീരിയ യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ബയോടെക്നോളജി. ഓർഗാനിസംസിൽ നിന്ന് ലഭിക്കുന്ന എൻസൈംസോ യൂസ് ചെയ്ത് ഹ്യൂമൻ ബീങ്സിന് യൂസ്ഫുള്ളായ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന ടെക്നോളജിയാണ് ബയോടെക്നോളജി. ഇൻസുലിൻ പ്രൊഡക്ഷൻ നമുക്കൊരു എക്സാമ്പിളായി എടുക്കാം. ഈ ഒരു ഇലസ്ട്രേഷന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയാൽ ഇൻസുലിൻ ഹോർമോണാണ് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റി ലിവറിൽ സൂക്ഷിക്കുന്നത്. ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അതിനർത്ഥം ഒന്നെങ്കിൽ ഈ ഇൻസുലിൻ ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നാണ് മീനിങ്. ഓക്കെ, സോ അങ്ങനെയുള്ള പേഷ്യൻസിൽ പുറമെ നിന്നും ഇൻസുലിൻ ഇഞ്ചക്ഷന് എടുത്താൽ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന പ്രോസസ്സ് നടക്കും. ഹ്യൂമൻ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ എങ്ങനെയാണ് ഹ്യൂമൻ ബോഡിക്ക് പുറത്ത് അവൈലബിൾ ആവുന്നത്? അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് ബയോടെക്നോളജി. ബയോടെക്നോളജി ഉപയോഗിച്ച് ഹ്യൂമൻ ബീങ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ ജീന് നമുക്ക് ബാക്ടീരിയ വഴി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഒബ്സർവ് ദിസ് ഇലസ്ട്രേഷൻ. ഇവിടെ ഹ്യൂമൻ സെല്ല് കാണാം. ഹ്യൂമൻ സെല്ലിനകത്ത് ഹ്യൂമൻ DNA കാണാം. ഹ്യൂമൻ DNAയിൽ ഒരുപാട് ജീൻസ് ഉണ്ട്. അതിൽ നിന്നും ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീന് കട്ട് ചെയ്ത് മാറ്റണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്, ഐസൊലേഷൻ ഓഫ് DNA വേർതിരിച്ചെടുക്കണം. അതിനുശേഷം DNA ഫ്രാഗ്മെൻറ്റ്സ് ആക്കി മാറ്റും. ഒരു എൻസൈമിൻ്റെ ഹെൽപ്പോട് കൂടി DNA ഒരുപാട് കഷ്ണങ്ങളാക്കി മാറ്റും. ഈ കഷ്ണങ്ങളിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനാണ്. അതിനെ നമ്മൾ സെപ്പറേറ്റ് ആയി ഐസൊലേറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ഇൻസുലിൻ ജീന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം ഇൻസുലിൻ ജീനിനെ നെക്സ്റ്റ് ബാക്ടീരിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പക്ഷേ ഡയറക്റ്റായി ജീനിനെ ബാക്ടീരിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. അതിന് ഒരു വെക്റ്റർ ആവശ്യമുണ്ട്. വെക്റ്ററായി ആക്ട് ചെയ്യുന്നത് ബാക്ടീരിയയിൽ കാണുന്ന പ്ലാസ്മിഡാണ്. ഒബ്സർവ് ഹിയർ. ഇവിടെ ഒരു ബാക്ടീരിയ കാണാം. ബാക്ടീരിയത്തിൻ്റെ DNA കാണുന്നുണ്ട്. അതുകൂടാതെ എക്സ്ട്രാ ക്രോമോസോമലായി കാണുന്ന സർക്കുലാർ DNA ആണ് പ്ലാസ്മിഡ്. പ്ലാസ്മിഡ്സിനെയാണ് വെക്റ്ററായി യൂസ് ചെയ്യുക. വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു DNA ഒരു ഓർഗാനിസത്തിൽ നിന്നും മറ്റൊരു ഓർഗാനിസത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന വെഹിക്കിളാണ് വെക്റ്റേഴ്സ്. ഇവിടെ ബാക്ടീരിയയുടെ പ്ലാസ്മിഡാണ് വെക്റ്റേഴ്സായി യൂസ് ചെയ്യുക. സോ ബാക്ടീരിയത്തിൽ നിന്നും ഈ പ്ലാസ്മിഡ് ഐസൊലേറ്റ് ചെയ്യണം. അതിനുശേഷം ഈ പ്ലാസ്മിഡിലേക്ക് ഇൻസുലിൻ ജീന് ജോയിൻ ചെയ്യണം. ഇൻസുലിൻ ജീനും പ്ലാസ്മിഡും ജോയിൻ ചെയ്താൽ അതിനെ നമ്മൾ റീകോമ്പിനൻ്റ് DNA എന്നാണ് പറയുക. നെക്സ്റ്റ് ഈ റീകോമ്പിനൻ്റ് DNAയെ ഹോസ്റ്റ് ബാക്ടീരിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനൊരുപാട് ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഹോസ്റ്റ് ബാക്ടീരിയ നമ്മൾ കൾച്ചർ ചെയ്യണം. അതിന് അനുയോജ്യമായ മീഡിയം പ്രൊവൈഡ് ചെയ്ത് വളർത്തിയെടുക്കണം. സോ ഈ ഹോസ്റ്റ് ബാക്ടീരിയത്തിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനുണ്ട് അല്ലേ? ഹോസ്റ്റ് ബാക്ടീരിയ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇനാക്റ്റീവ് ഇൻസുലിൻ ആയിരിക്കും. പിന്നീട് നമ്മളത് ഡിഫറെൻറ്റ് ടെക്നോളജീസ് യൂസ് ചെയ്ത് ആക്റ്റീവ് ഇൻസുലിൻ ആക്കി മാറ്റും. ഈ പറഞ്ഞ ഓരോ സ്റ്റെപ്പും നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. Biotechnology, it is the technique of using live organisms or enzymes from organisms to produce products and process useful to humans. ഓർഗാനിസംസിനെയോ ഓർഗാനിസംസിൽ നിന്ന് ലഭിക്കുന്ന എൻസൈംസിനെയോ യൂസ് ചെയ്ത് ഹ്യൂമൻ ബീങ്സിന് യൂസ്ഫുള്ളായ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന ടെക്നോളജിയാണ് ബയോടെക്നോളജി. അക്കോർഡിംഗ് ടു ദ യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി EFB, the integration of natural science and organisms, cells, parts thereof and molecular analogues for products and services. യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി പ്രകാരം എന്താണ് ബയോടെക്നോളജി? പ്രോഡക്ട്സിനും സർവീസസിനും വേണ്ടി നാച്ചുറൽ സയൻസിനെ ഓർഗാനിസം, സെൽ എന്നിവയുമായി ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ബയോടെക്നോളജി. ദാറ്റ് മീൻസ് നാച്ചുറൽ സയൻസിനെയും ഓർഗാനിസംസ്, സെല്ലിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിനെയും തമ്മിൽ
ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വിവിധ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ടെക്നോളജിയാണ് ബയോടെക്നോളജി. സോ സിമ്പിളായി ഓർത്താൽ ഹ്യൂമൻ ബീങ്സിന് യൂസ്ഫുള്ളായ ഒരുപാട് പ്രോഡക്ട്സ് ബാക്ടീരിയത്തിനെയും മറ്റുള്ള ഓർഗാനിസംസിനെയും യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് ബയോടെക്നോളജി. പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി: ജനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്. ബയോടെക്നോളജിയുടെ 2 പ്രിൻസിപ്പിൾസ് ആണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്. Genetic engineering techniques to alter the genetic material to introduce these into host organism and thus change the phenotype of the host organism. ജനറ്റിക് മെറ്റീരിയലിൽ മാറ്റം വരുത്തും, അതിനുശേഷം അവയെ ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് കടത്തിവിടും. അങ്ങനെ ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ ഫിനോടൈപ്പ് ചേഞ്ച് ആകും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത എക്സാമ്പിളിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീന് വെക്ടറുമായി ജോയിൻ ചെയ്ത് അതിനുശേഷം ഒരു ബാക്ടീരിയത്തിലേക്ക് കടത്തിവിട്ടു. ബാക്ടീരിയത്തിന് ശരിക്കും ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല, പക്ഷേ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനുള്ള വെക്ടർ ബാക്ടീരിയത്തിലേക്ക് എൻ്റർ ചെയ്തതുകൊണ്ട് ബാക്ടീരിയത്തിന് നെക്സ്റ്റ് ഏത് കഴിവ് കിട്ടി? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് കിട്ടി. ദാറ്റ് മീൻസ് ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ ഫിനോടൈപ്പിൽ മാറ്റം വന്നു, ജീൻസിൽ മാറ്റം വന്നു. ഹോസ്റ്റ് ഓർഗാനിസം ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡ് പ്രിൻസിപ്പിൾ ബയോപ്രോസസ് എഞ്ചിനീയറിംഗ്. മെയിൻ്റനൻസ് ഓഫ് സ്റ്റെറൈൽ ആംബിയൻസ് ഇൻ chemical engineering process to enable the growth of only the desired microbe for the manufacture of antibiotics, vaccine, enzyme, etc. Sterile ആയ, that means germ free ആയ, germs ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ മൈക്രോ ഓർഗാനിസംസിനെ വളർത്തുന്നു. ഈ മൈക്രോ ഓർഗാനിസംസിനെ പിന്നീട് ആൻറ്റിബയോട്ടിക്സ്, വാക്സിൻ, എൻസൈംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഫസ്റ്റ് റീകോമ്പിനൻ്റ് DNA മോളിക്യൂൾ. റീകോമ്പിനൻ്റ് DNA ഓർ RDNA എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം, ഇൻസുലിൻ ജീനും വെക്ടറും ജോയിൻ ചെയ്ത് അതിനെയാണ് നമ്മൾ RDNA ഓർ റീകോമ്പിനൻ്റ് DNA എന്ന് പറയാം. സോ ഫസ്റ്റ് റീകോമ്പിനൻ്റ് DNA മോളിക്യൂൾ പ്രിപ്പയർ ചെയ്തത്, ഡെവലപ്പ് ചെയ്തത് സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ ഇൻ 1972 constructed the first RDNA. They linked antibiotic resistant gene with plasmid of സാൽമോണല്ല ടൈഫിമൂരിയം. സാൽമോണല്ല ടൈഫിമൂരിയം എന്ന ബാക്ടീരിയയുടെ പ്ലാസ്മിഡിലേക്ക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീന് ലിങ്ക് ചെയ്തു. അങ്ങനെ ആദ്യത്തെ RDNA ഇവർ ഫോം ചെയ്തു. ദാറ്റ് ഈസ് സാൽമോണല്ല ടൈഫിമൂരിയം എന്ന ബാക്ടീരിയയിൽ ഒരു പ്ലാസ്മിഡ് ഉണ്ട്. ഈ പ്ലാസ്മിഡ് ഐസൊലേറ്റ് ചെയ്തെടുത്തു, അതിലേക്ക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീന് ആഡ് ചെയ്തു. അങ്ങനെയാണ് ആദ്യത്തെ RDNA ഡെവലപ്പ് ചെയ്തത്. ടൂൾസ് ഓഫ് റീകോമ്പിനൻ്റ് DNA ടെക്നോളജി. ഇതിനാവശ്യമായ ടൂൾസ് റെസ്ട്രിക്ഷൻ എൻസൈംസ്, പോളിമറൈസ് എൻസൈംസ്, ലിഗേസസ്, വെക്ടേഴ്സ്, ഹോസ്റ്റ് ഓർഗാനിസംസ്. റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ സിസേഴ്സ് ആണ്. DNA കട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് ആണ് റെസ്ട്രിക്ഷൻ എൻസൈംസ്. പോളിമറൈസ് എൻസൈംസും ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ യൂസ് നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. ലിഗേസസ് എന്ന് പറഞ്ഞാൽ ഫ്രാഗ്മെൻറ്റ്സിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്ലൂ ആണ് ലിഗേസ്. വെക്ടേഴ്സ് വേണം, ഹോസ്റ്റ് ഓർഗാനിസം കൂടി വേണം. പ്രോസസ് ഓഫ് റീകോമ്പിനൻ്റ് DNA ടെക്നോളജി. ഫസ്റ്റ് സ്റ്റെപ്പ് ഐസൊലേഷൻ ഓഫ് DNA. ആദ്യത്തെ സ്റ്റെപ്പ് DNA ഐസൊലേറ്റ് ചെയ്യണം, DNA വേർതിരിച്ചെടുക്കണം. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഓർത്ത് വെച്ചാൽ പെട്ടെന്ന് ഇത് കണക്ട് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് യൂസ് ചെയ്ത് DNAയെ ഫ്രാഗ്മെൻറ്റ്സ് ആക്കി മാറ്റണം. തേർഡ് സ്റ്റെപ്പ് ഐസൊലേഷൻ ഓഫ് ഡിസൈർഡ് DNA ഫ്രാഗ്മെൻറ്റ്സ്. ഒരുപാട് DNA ഫ്രാഗ്മെൻറ്റ്സിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള DNA ഫ്രാഗ്മെൻറ്റിനെ വേർതിരിച്ചെടുക്കണം. അതിന് വേറെ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട്. ലിഗേഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ് ഇൻ ടു എ വെക്റ്റർ. അതിനുശേഷം സെലക്ട് ചെയ്ത DNA ഫ്രാഗ്മെൻറ്റിനെ ഒരു വെക്റ്ററിലേക്ക് ലിഗേറ്റ് ചെയ്യണം. ലിഗേറ്റ് മീൻസ് ജോയിൻ ചെയ്യണം. ട്രാൻസ്ഫറിങ് ദ റീകോമ്പിനൻ്റ് DNA ഇൻ ടു ദ ഹോസ്റ്റ്. നമുക്ക് ആവശ്യമുള്ള DNA ഒരു വെക്റ്ററിലേക്ക് ജോയിൻ ചെയ്താൽ അത് RDNA ആയി മാറി, റീകോമ്പിനൻ്റ് DNA ആയി മാറി. നെക്സ്റ്റ് ഈ റീകോമ്പിനൻ്റ് DNAയെ ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. കൾച്ചറിങ് ദ ഹോസ്റ്റ് സെൽസ് ഇൻ എ മീഡിയം അറ്റ് ലാർജ് സ്കെയിൽ. ഹോസ്റ്റ് സെൽസിനെ ഒരു കൾച്ചർ മീഡിയത്തിൽ നമ്മൾ വളർത്തിയെടുക്കണം. ഒരുപാട് ഹോസ്റ്റ് സെൽസിനെ വളർത്തിയെടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സ് ഫോം ചെയ്യുള്ളൂ. എക്സ്ട്രാക്ഷൻ ഓഫ് ഡിസൈർഡ് പ്രോഡക്റ്റ്. അതിനുശേഷം ലാസ്റ്റ് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. നേരത്തെ പറഞ്ഞ ഇൻസുലിൻ പ്രൊഡക്ഷൻ ആണെങ്കിൽ ഹോസ്റ്റ് ഓർഗാനിസം ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഇൻസുലിൻ നമ്മൾ പിന്നീട് ടെക്നോളജീസ് യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കും, അത് ഇഞ്ചക്ഷനായി യൂസ് ചെയ്യും. ഇനി ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം.
ഫസ്റ്റ് സ്റ്റെപ്പാണ് ഐസൊലേഷൻ ഓഫ് ഡിസൈർഡ് DNA ഫ്രാഗ്മെൻറ്റ്. നമുക്ക് ആദ്യം DNA സെപ്പറേറ്റ് ചെയ്യണം. DNA കാണുന്നത് സെല്ലിനകത്താണ്. സോ സെല്ല് ബ്രേക്ക് ചെയ്താണ് DNA ഐസൊലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് വേർതിരിക്കുന്നത്. ഓക്കെ, ബ്രേക്കിംഗ് ദ സെൽ വാൾ. ഫോർ ബാക്ടീരിയൽ സെൽ ലൈസോസൈം ഈസ് യൂസ്ഡ്. ഫോർ പ്ലാന്റ് സെൽ സെല്ലുലേസ് ഈസ് യൂസ്ഡ്. ഫോർ ഫംഗൽ സെൽ കൈറ്റിനേസ് ഈസ് യൂസ്ഡ്. ബാക്ടീരിയൽ സെല്ലാണ് ബ്രേക്ക് ചെയ്യേണ്ടതെങ്കിൽ ലൈസോസൈം എൻസൈം യൂസ് ചെയ്യും. പ്ലാന്റ് സെല്ലാണ് ബ്രേക്ക് ചെയ്യേണ്ടതെങ്കിൽ സെല്ലുലേസ് എൻസൈം യൂസ് ചെയ്യും. ഫംഗൽ സെല്ലാണ് ബ്രേക്ക് ചെയ്യേണ്ടതെങ്കിൽ കൈറ്റിനേസ് എൻസൈം യൂസ് ചെയ്യും. നമുക്ക് DNA മാത്രമാണ് ആവശ്യമുള്ളത്, മറ്റുള്ള ബയോമോളിക്കിൾസ് ആവശ്യമില്ല. സോ അവയെ നമുക്ക് റിമൂവ് ചെയ്യാം. എങ്ങനെ റിമൂവ് ചെയ്യാം? റിമൂവൽ ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ. RNA റിമൂവ് ചെയ്യാൻ വേണ്ടി റൈബോന്യൂക്ലിയേസ് എൻസൈം യൂസ് ചെയ്യാം. പ്രോട്ടീൻ റിമൂവ് ചെയ്യാൻ വേണ്ടി പ്രോട്ടിയേസ് എൻസൈം യൂസ് ചെയ്യാം. RNA ആൻഡ് പ്രോട്ടീൻ കൂടാതെ മറ്റുള്ള ബയോമോളിക്കിൾസിനെയും റിമൂവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സെപ്പറേഷൻ ഓഫ് പ്യൂരിഫൈഡ് DNA. DNAയെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. ആഡ് ചിൽഡ് എത്തനോൾ ടു പ്രസിപ്പിറ്റേറ്റ് ഔട്ട് ദ പ്യൂരിഫൈഡ് DNA. ദിസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ സ്പൂളിംഗ്. ശേഷം നന്നായി തണുത്ത ഈഥൈൽ ആൽക്കഹോൾ ഒഴിക്കണം. ചിൽഡ് എഥനോൾ ഒഴിക്കണം. DNA വേർതിരിച്ച് കാണാൻ സാധിക്കും. ഇവയെ സ്പൂളിംഗ് എന്ന പ്രോസസ്സ് വഴി സെപ്പറേറ്റ് ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ DNA ഫ്രാഗ്മെൻറ്റ് സെപ്പറേറ്റ് ചെയ്തെടുത്തു. സെക്കൻഡ് സ്റ്റെപ്പ് ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത DNAയെ നെക്സ്റ്റ് ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻറ്റ്സ് ആക്കി മാറ്റണം, ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റണം. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന മോളിക്കുലാർ സിസർ, അതായത് ജീൻസിനെ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിസർ ആണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം. കട്ട് ദ സോഴ്സ് DNA ആൻഡ് വെക്റ്റർ DNA വിത്ത് റെസ്ട്രിക്ഷൻ എൻസൈം. ദേ ആർ കോൾഡ് മോളിക്കുലാർ സിസേഴ്സ്. സെപ്പറേറ്റ് ചെയ്തെടുത്ത DNAയെ റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ കൂടെ ഇൻക്യൂബേറ്റ് ചെയ്യും. റെസ്ട്രിക്ഷൻ എൻസൈം DNAയെ ഒരു പ്രത്യേക പ്ലേസിൽ വെച്ചാണ് കട്ട് ചെയ്യുന്നത്. ഏത് DNA ആണ് നമുക്ക് ഹോസ്റ്റിലേക്ക് മാറ്റേണ്ടത് ആ DNA കട്ട് ചെയ്യണം. വെക്ടറിൻ്റെ DNAയും കട്ട് ചെയ്യണം. ഡിസ്കവറി ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈം. 2 enzymes were isolated in 1963. They restricted the growth of bacteriophage in Escherichia coli. One enzyme added methyl groups to DNA, while the other cut DNA that was restriction endonuclease. 1963 E. coli ബാക്ടീരിയത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത 2 എൻസൈംസ്. ഇവ രണ്ടും ബാക്ടീരിയോഫേജസിൻ്റെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യുന്ന എൻസൈംസ് ആയിരുന്നു. ഇതിൽ നിന്ന് ഒരെണ്ണം DNA മീത്തൈൽ ഗ്രൂപ്പുകളെ കൂട്ടിച്ചേർക്കുന്ന എൻസൈമാണ്. മറ്റേതാണ് DNAയെ കട്ട് ചെയ്യുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. ദ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ഹിൻഡ് 2 ഫ്രം വിച്ച് ഓർഗാനിസം ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. റെസ്ട്രിക്ഷൻ എൻസൈംസ് ബിലോങ് ടു ന്യൂക്ലിയേസസ്. ന്യൂക്ലിയേസസ് എന്ന എൻസൈം ഫാമിലിയിലാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് ഇൻക്ലൂഡ് ചെയ്യുക. 2 ടൈപ്പ് റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉണ്ട്, എക്സോന്യൂക്ലിയേസ് ആൻഡ് എൻഡോന്യൂക്ലിയേസ്. എക്സോന്യൂക്ലിയേസ് റിമൂവ് ന്യൂക്ലിയോടൈഡ് ഫ്രം ദ എൻഡ് ഓഫ് ദ DNA. DNAയുടെ എൻഡിൽ കട്ട് ചെയ്യുന്ന റെസ്ട്രിക്ഷൻ എൻസൈമാണ് എക്സോന്യൂക്ലിയേസ്. എൻഡോന്യൂക്ലിയേസ് കട്ട് അറ്റ് സ്പെസിഫിക് പൊസിഷൻ വിതിൻ ദ DNA. DNAക്കകത്ത് സ്പെസിഫിക് ലൊക്കേഷനിൽ DNA കട്ട് ചെയ്യുന്ന റെസ്ട്രിക്ഷൻ എൻസൈമാണ് എൻഡോന്യൂക്ലിയേസ്. നെയിമിംഗ് ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈംസ്. റെസ്ട്രിക്ഷൻ എൻസൈംസിന് ഡിഫറെൻറ്റ് നെയിമിംഗ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഹിൻഡ് 2. അതേപോലെ മറ്റൊരു എക്സാമ്പിളാണ് EcoR1. എങ്ങനെയാണ് ഈ ഒരു പേര് ഈ റെസ്ട്രിക്ഷൻ എൻസൈംസിന് വന്നത്? അതിൻ്റെ ഫസ്റ്റ് ലെറ്ററിൽ ജീനസ് നെയിം ആയിരിക്കും. നെക്സ്റ്റ് 2 ലെറ്റേഴ്സ്, സെക്കൻഡ് ആൻഡ് തേർഡ് ലെറ്റേഴ്സിൽ സ്പീഷീസ് നെയിം ആയിരിക്കണം. ഫോർത്ത് ലെറ്ററിൽ ഏത് സ്ട്രെയിൻ ആയിരിക്കണം, ഏത് ടൈപ്പ് ഓർഗാനിസം ആണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ലാസ്റ്റ് ലെറ്ററിൽ ഓർഡർ ഓഫ് ഐസൊലേഷൻ, ഐസൊലേറ്റ് ചെയ്തെടുത്ത ഓർഡറാണ് ലാസ്റ്റ് എഴുതുക. ഇവിടെ കാണാം എക്സാമ്പിൾ EcoR1. അതിൽ ഫസ്റ്റ് ലെറ്റർ E ആണ്. എസ്ട്രീഷ്യ എന്നത് ജീനസ് നെയിമാണ് അല്ലേ. സെക്കൻഡ് ആൻഡ് തേർഡ് ലെറ്റർ സ്പീഷീസ് നെയിമാണ്, അതായത് കോളി എന്നത് സ്പീഷീസ് നെയിമാണ്. ഫോർത്ത് ലെറ്റർ സ്ട്രെയിൻ ആണ്. ഏത് സ്ട്രെയിൻ ആണ്? R സ്ട്രെയിൻ ബാക്ടീരിയ ആണ്. ലാസ്റ്റ് ലെറ്റർ ഓർഡർ ഓഫ് ഐസൊലേഷൻ ആണ്. ഇവിടെ ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തത് കൊണ്ട് ഫസ്റ്റ് ലെറ്റർ ആഡ് ചെയ്തു. എങ്ങനെയാണ് റെസ്ട്രിക്ഷൻ എൻസൈംസിന് പേര് കൊടുക്കുക? റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? DNAയെ കട്ട് ചെയ്യാവുന്നതാണ് ഫംഗ്ഷൻ. എങ്ങനെയാണ് DNAയെ കട്ട് ചെയ്യുന്നത്? ആക്ഷൻ ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. They recognize a specific palindromic nucleotide sequence in DNA. It will bind to DNA and cut each of the 2 strands in their sugar phosphate backbone. A single stranded overhanging portion at each end is formed. They are called sticky ends.
DNA ligase add the sticky ends. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് യൂസ് ചെയ്യുന്നത് DNA കട്ട് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് 2 DNAയും കട്ട് ചെയ്യണം. അതായത് നമുക്ക് ആവശ്യമുള്ള DNAയും കട്ട് ചെയ്യണം, അതിനെ ക്യാരി ചെയ്ത് പോവാൻ വേണ്ടി വെക്ടറിലേക്ക് കണക്ട് ചെയ്യണം. സോ വെക്ടറിൻ്റെ DNAയും കട്ട് ചെയ്യണം. അതാണ് ഇവിടെ 2 DNA കാണിക്കുന്നത്. ആദ്യത്തേത് വെക്ടർ DNA, റെഡ് കളറിൽ കാണുന്നത് വെക്ടർ DNA, ബ്ലാക്ക് കളറിൽ കാണുന്നത് ഫോറിൻ DNA. ഇവിടെ ഈ ഫിഗറിൽ യൂസ് ചെയ്തിരിക്കുന്നത് EcoR1 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം ആണ്. EcoR1 DNA കട്ട് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് പ്ലേസിലാണ്. ദാറ്റ് മീൻസ് ബിറ്റ്വീൻ ബേസസ് G ആൻഡ് A, GAA-TTC എന്ന ലൊക്കേഷനിൽ മാത്രമാണ് ഈ എൻസൈം DNA കട്ട് ചെയ്യുന്നത്. ഒബ്സർവ് ദ ഫിഗർ. ഇവിടെ കാണാം EcoR1 DNA GAA-TTC എന്ന ലൊക്കേഷനിൽ കട്ട് ചെയ്തു. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കട്ട് ചെയ്യുന്ന DNAയുടെ ഒരു സ്പെസിഫിക് ലൊക്കേഷനെ പറയുന്നത് പാലിൻഡ്രോം എന്നാണ്. പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒബ്സർവ് ഹിയർ, ഇവിടെ EcoR1ൻ്റെ പാലിൻഡ്രോം എന്ന് പറയുന്നത് GAA-TTC ആണ്. ഒബ്സർവ് ദ സ്ട്രാൻഡ്, ഇവിടെ തിരിച്ചു വായിക്കുന്ന സമയത്തും GAA-TTC ആണ്. ഈ ഒരു ലൊക്കേഷനാണ് കട്ട് ചെയ്യാൻ വേണ്ടി EcoR1 യൂസ് ചെയ്യുന്നത്. 2 DNAയുടെയും ഈ ഒരു ലൊക്കേഷനിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിക്കി എൻഡ് ഫോം ചെയ്യും അല്ലേ. ഈ സ്റ്റിക്കി എൻഡ് പിന്നീട് ലിഗേസ് എൻസൈം വന്ന് ജോയിൻ ചെയ്ത് അങ്ങനെയാണ് റീകോമ്പിനന്റ് DNA ഫോം ചെയ്യുന്നത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പിൽ DNA നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്തു. സെക്കൻഡ് സ്റ്റെപ്പിൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് യൂസ് ചെയ്ത് DNA ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻറ്റ്സ് ആക്കി മാറ്റി. നെക്സ്റ്റ് ഐസൊലേഷൻ ഓഫ് ഡിസൈർഡ് DNA ഫ്രാഗ്മെൻറ്റ്സ്. സോ ഒരുപാട് DNA ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ട്. അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള DNA ഫ്രാഗ്മെൻറ്റ്സിനെ ഐസൊലേറ്റ് ചെയ്യണം. ഒരു ജീൻ എന്ന് പറയുമ്പം അതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്ന ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ട്. ഇതിൽ ഇൻസുലിൻ ആണ് നമ്മൾ എക്സാമ്പിളായി ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന DNA മാത്രമായി നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതാണ് തേർഡ് സ്റ്റെപ്പ്, ഐസൊലേഷൻ ഓഫ് ഡിസൈർഡ് DNA ഫ്രാഗ്മെൻറ്റ്. ദ കട്ടിംഗ് ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് result in the fragments of DNA. These fragments can be separated by a technique known as gel electrophoresis. Restriction endonuclease enzyme DNAയുടെ ഒരു സ്പെസിഫിക് സീക്വൻസിൽ, ഏത് സീക്വൻസ് ആണത്, പാലിൻഡ്രോമിക് സീക്വൻസിൽ പോയി DNAയെ കട്ട് ചെയ്യും. അങ്ങനെയുള്ള പാലിൻഡ്രോമിക് സീക്വൻസ് ഒരുപാട് പ്ലേസിൽ കാണും. സോ DNA ഒരുപാട് ഫ്രാഗ്മെൻറ്റ്സ് ആയി മാറും. ഇത്രയും ഫ്രാഗ്മെൻറ്റ്സിൽ നിന്നും നമുക്ക് ആവശ്യമായ ജീനുള്ള ഫ്രാഗ്മെൻറ്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന ടെക്നിക്ക് യൂസ് ചെയ്യും. ഈ ഫിഗർ നോക്കിയാൽ ജെൽ ഇലക്ട്രോഫോറസിസ് എന്താണെന്ന് ഈസിയായി മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഒരു മീഡിയം സെലക്ട് ചെയ്യണം. ഇതിന് യൂസ് ചെയ്യുന്ന മീഡിയമാണ് അഗറോസ് മീഡിയം. ഓർത്ത് വെക്കണം, ജെൽ ഇലക്ട്രോഫോറസിസിന് യൂസ് ചെയ്യുന്ന മീഡിയമാണ് അഗറോസ് മീഡിയം. ഇവിടെ വെൽസ് കാണാം. DNA ഫ്രാഗ്മെൻറ്റ്സ് ഉള്ള സൊല്യൂഷൻ നമ്മൾ ആഡ് ചെയ്യുന്നത് എവിടെയാണ്. ഈ മീഡിയത്തിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കി അതിലൂടെ DNA ഫ്രാഗ്മെൻറ്റ്സിനെ ആനോഡിലേക്ക് അട്രാക്റ്റ് ചെയ്യും. DNA ഫ്രാഗ്മെൻറ്റ്സ് സൈസ് അനുസരിച്ച് സെപ്പറേറ്റ് ആകും. ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ആണെങ്കിൽ കുറേ ദൂരത്തേക്ക് നീങ്ങും, വലിയ ഫ്രാഗ്മെൻറ്റ്സ് ആണെങ്കിൽ വലിയടുത്തായിട്ടായിരിക്കും കാണുക. സോ DNA ഫ്രാഗ്മെൻറ്റ്സിനെ നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസ് വഴി സെപ്പറേറ്റ് ചെയ്തു. പ്രൊസീജിയർ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കി. എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? DNA നെഗറ്റീവ് ചാർജുള്ള മോളിക്യൂളാണ്. മീഡിയത്തിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കി അതിലൂടെ DNA ഫ്രാഗ്മെൻറ്റ്സിനെ ആനോഡിലേക്ക് ആകർഷിച്ച് വേർതിരിച്ചെടുക്കാം. ഇതിന് യൂസ് ചെയ്യുന്ന മീഡിയം അഗറോസ് മീഡിയമാണ്. അഗറോസ് കടലിലെ ആൽഗെ ആൻഡ് സീ വീഡ്സിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന നാച്ചുറൽ പോളിമർ ആണ്. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ് പറയുന്നത്? DNA ഫ്രാഗ്മെൻറ്റ്സ് അവയുടെ സൈസ് അനുസരിച്ച് സെപ്പറേറ്റ് ആകും. ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ആണെങ്കിൽ കുറേ ദൂരത്തേക്ക് നീങ്ങും. ഇങ്ങനെ സെപ്പറേറ്റ് ആയ DNA ഫ്രാഗ്മെൻറ്റ്സിനെ കാണാൻ വേണ്ടി ആദ്യം എഥീഡിയം ബ്രോമൈഡ് എന്ന കെമിക്കൽ യൂസ് ചെയ്ത് സ്റ്റെയിൻ ചെയ്യണം. അതിനുശേഷം UV റേസ് പാസ് ചെയ്യണം. ഓറഞ്ച് കളറിൽ DNA ഫ്രാഗ്മെൻറ്റ്സിനെ നമുക്ക് ബാൻഡ് പോലെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഫിഫ്ത്ത് സ്റ്റെപ്പിൽ എന്താണ് പറയുന്നത്? DNA ബാൻഡ്സിനെ അഗറോസ് ജെല്ലിനോടൊപ്പം നമ്മൾ കഷ്ണങ്ങളായി മുറിച്ചെടുക്കും. പിന്നീട് ജെൽ കഷ്ണങ്ങളിൽ നിന്ന് ഈ DNA മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഈ പ്രോസസ്സാണ് എല്യൂഷൻ. സൊല്യൂഷൻ എന്താണെന്ന് ഓർക്കുക. ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ടിങ് സെപ്പറേറ്റ് DNA ബാൻഡ്സ് ഫ്രം ദ എഗറോസ് ജെൽ. എഗറോസ് ജെല്ലിൽ നിന്നും പിന്നീട് DNAയെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എല്യൂഷൻ. നമുക്ക് ആവശ്യമുള്ള DNA നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തു. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എക്സാമ്പിൾ ഇൻസുലിൻ പ്രൊഡക്ഷൻ ആണ്. സോ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന DNA നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തു.
കിട്ടിയ DNA ഡാമേജ് ആവാനോ അല്ലെങ്കിൽ നഷ്ടപ്പെടാനോ ചാൻസ് ഉണ്ട് അല്ലേ. സോ PCR വഴി DNAയുടെ ഒരുപാട് കോപ്പീസ് ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് നെക്സ്റ്റ് പറയുന്നത് ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻസ് യൂസിങ് PCR. ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു DNAയുടെ ഒരുപാട് കോപ്പീസ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ദിസ് ഈസ് യൂസ്ഡ് ടു ആംപ്ലിഫൈ. ആംപ്ലിഫൈ മീൻസ് മൾട്ടിപ്പിൾ കോപ്പീസ്, ഒരുപാട് കോപ്പീസ് സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഈ ഫിഗർ വെച്ച് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. PCR-ൽ 3 സ്റ്റെപ്സ് ഉണ്ട്: ഡീനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് എക്സ്റ്റെൻഷൻ. ആദ്യത്തെ സ്റ്റെപ്പാണ് ഡീനാച്ചുറേഷൻ. ഡീനാച്ചുറേഷനിൽ ചെയ്യുന്നത് ഡബിൾ സ്ട്രാൻഡുള്ള DNAയെ സെപ്പറേറ്റ് ചെയ്ത് സിംഗിൾ സ്ട്രാൻഡാക്കി മാറ്റും. ഓക്കെ, ഡബിൾ സ്ട്രാൻഡുള്ള DNA ഇവിടെ കാണാം. അതിനെ ഡീനാച്ചുറേഷനിൽ ചെയ്യുന്നത് ഡബിൾ സ്ട്രാൻഡുള്ള DNAയെ സെപ്പറേറ്റ് ചെയ്ത് സിംഗിൾ സ്ട്രാൻഡാക്കി മാറ്റും. നെക്സ്റ്റ് സ്റ്റെപ്പാണ് അനീലിംഗ്. അനീലിംഗ് പ്രോസസ്സിൽ നടക്കുന്നത് സിംഗിൾ സ്ട്രാൻഡായി മാറിയ DNA-യിൽ ഒരു പ്രൈമർ വന്ന് അറ്റാച്ച് ചെയ്യും. ഒബ്സർവ് ഹിയർ, ഇവിടെ കാണാം പ്രൈമർ വന്ന് അറ്റാച്ച് ചെയ്യും. നെക്സ്റ്റ് DNA പോളിമറൈസ് എൻസൈം ആഡ് ചെയ്തു. ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടാക് പോളിമറൈസ് ആണ്. അതിൻ്റെ കൂടെ ഡിയോക്സി ന്യൂക്ലിയോടൈഡ്സും ആഡ് ചെയ്തു. ശേഷം DNA എക്സ്റ്റെൻഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പ്രൈമറിലേക്ക് ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്തു. DNA പോളിമറൈസ് എൻസൈമിൻ്റെ ഹെൽപ്പോട് കൂടി പുതിയൊരു സ്ട്രാൻഡ് ഫോം ചെയ്തു. സോ ഇവിടെ എഗെയിൻ 2 ഡബിൾ സ്ട്രാൻഡ് DNA ഫോം ചെയ്തു അല്ലേ. ഇങ്ങനെ 30 സൈക്കിളോളം കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ഒരുപാട് കോപ്പീസ് ഓഫ് DNA പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. സോ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ നടത്താൻ വേണ്ടി ആവശ്യമുള്ളത് ഒരു ടെംപ്ലേറ്റ് DNA വേണം, ഫ്രീ ന്യൂക്ലിയോടൈഡ്സ് വേണം, പുതിയൊരു സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യാൻ ആവശ്യമുള്ള പുതിയ ന്യൂക്ലിയോടൈഡ്സ് വേണം, 2 സെറ്റ് ഓഫ് പ്രൈമർ വേണം. നമ്മൾ ഫിഗറിൽ കണ്ടു അല്ലേ, 2 സെറ്റ് ഓഫ് പ്രൈമർ വേണം, DNA പോളിമറൈസ് എൻസൈം വേണം. ഇവിടെ PCR-ൽ യൂസ് ചെയ്യുന്നത് ടാക് പോളിമറൈസ് ആണ്. ടാക് പോളിമറൈസ് എൻസൈം ഐസൊലേറ്റ് ചെയ്യുന്നത് തെർമസ് അക്വാറ്റിക്കസ് എന്ന ബാക്ടീരിയത്തിൽ നിന്നാണ്. പോളിമറൈസ് ചെയിൻ റിയാക്ഷനിൽ 3 സ്റ്റെപ്സ് ഉണ്ട്: ഡീനാച്ചുറേഷൻ, അനീലിംഗ് ഓഫ് പ്രൈമർ, പ്രൈമർ എക്സ്റ്റെൻഷൻ. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡീനാച്ചുറേഷൻ. ദ DNA ഫ്രാഗ്മെൻറ്റ് ഈസ് ഹീറ്റഡ് അബൌട്ട് 94 degrees Celsius. DNA strands get separated. ആദ്യം DNA ഫ്രാഗ്മെൻറ്റ്സിനെ 94 degrees Celsius-ൽ ഹീറ്റ് ചെയ്യണം. അങ്ങനെ DNA ഫ്രാഗ്മെൻറ്റ്സ് സെപ്പറേറ്റഡ് ആയി മാറും. ഡബിൾ സ്ട്രാൻഡ് ഉള്ളത് സെപ്പറേറ്റ് ചെയ്ത് സിംഗിൾ സ്ട്രാൻഡായി മാറും. അനീലിംഗ് ഓഫ് പ്രൈമർ, ദ സൊല്യൂഷൻ ഈസ് അലൗഡ് ടു കൂൾ to 60 degrees Celsius. During this time, one primer anneals with 3' end of one DNA and the other primer binds with the 3' end of its complementary strand. 60 degrees Celsius-ൽ നെക്സ്റ്റ് കൂൾ ചെയ്യണം. സോ 2 പ്രൈമേഴ്സ് ഉണ്ട്. ഇവിടെ ഒരു പ്രൈമർ 3' എൻഡിൽ ജോയിൻ ചെയ്യും, മറ്റേ പ്രൈമർ ഓപ്പോസിറ്റ് സ്ട്രാൻഡിലും ജോയിൻ ചെയ്യും. പ്രൈമർ എക്സ്റ്റൻഷൻ, DNA പോളിമറൈസ് എക്സ്റ്റെൻഡ് ദ പ്രൈമർ ബൈ ആഡിങ് ന്യൂക്ലിയോടൈഡ്സ് കോംപ്ലിമെൻ്ററി ടു ദ ടെംപ്ലേറ്റ്. പ്രൈമർ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ DNA പോളിമറൈസ് എൻസൈം നെക്സ്റ്റ് പ്രൈമറിലേക്ക് ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്ത് DNA സ്ട്രാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യും. അങ്ങനെ ഡബിൾ സ്ട്രാൻഡഡ് DNA എഗെയിൻ ഫോം ചെയ്യും. ഇങ്ങനെ ഒരു 30 സൈക്കിളൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ ഒരുപാട് DNA കോപ്പീസ് ഫോം ചെയ്യും. അറൗണ്ട് 1 ബില്യൺ കോപ്പീസ് ഒക്കെ ഫോം ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ലിഗേഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ് ഇൻറ്റു എ വെക്റ്റർ. DNA നെക്സ്റ്റ് വെക്റ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിനുവേണ്ടി നമ്മൾ ക്ലോണിംഗ് വെക്റ്റേഴ്സ് യൂസ് ചെയ്യും. ദേ ആർ ദ DNA മോളിക്യൂൾസ് ദാറ്റ് ക്യാൻ ക്യാരി എ ഫോറിൻ DNA സെഗ്മെൻറ്റ് ആൻഡ് റെപ്ലിക്കേറ്റ് ഇൻസൈഡ് ദ ഹോസ്റ്റ് സെൽ. നമ്മൾ ഉദ്ദേശിക്കുന്ന DNAയെ ഹോസ്റ്റ് സെല്ലിലേക്ക് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ് ആണ് വെക്റ്റേഴ്സ്. സോ നമ്മൾ ഉദ്ദേശിക്കുന്ന DNA വെക്റ്ററിലേക്ക് കമ്പൈൻ ചെയ്താൽ അതിനെ നമ്മൾ rDNA എന്ന് പറയും. ഡിസൈർഡ് DNA പ്ലസ് വെക്റ്റർ ഗിവ്സ് rDNA ഓർ റീകോംബിനൻറ്റ് DNA. ഒബ്സർവ് ദിസ് ഫിഗർ. ഇത്രയും പ്രോസസ്സ് നമ്മളിതുവരെ പറഞ്ഞു. എന്താണ്? ആദ്യം ഒരു ഫോറിൻ DNA സെലക്ട് ചെയ്തു, അതായത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന DNA സെലക്ട് ചെയ്തു, ഒരു വെക്റ്റർ DNA സെലക്ട് ചെയ്തു. ബാക്ടീരിയത്തിൻ്റെ സർക്കുലർ DNA ആയ പ്ലാസ്മിഡാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇവിടെ അതിനുശേഷം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം യൂസ് ചെയ്ത് ഫോറിൻ DNAയും കട്ട് ചെയ്തു, വെക്റ്റർ DNAയും കട്ട് ചെയ്തു. നെക്സ്റ്റ് ഈ ഫോറിൻ DNA എങ്ങോട്ടേക്ക് ലിഗേറ്റ് ചെയ്തു, എങ്ങോട്ടേക്ക് ജോയിൻ ചെയ്തു? വെക്റ്ററിലേക്ക് ജോയിൻ ചെയ്തു. ഇത്രയും പ്രോസസ്സാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇങ്ങനെ ഫോറിൻ DNAയെ ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വെക്റ്റേഴ്സിന് ചില ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. അതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് വെക്റ്റർ? ഈ ഒരു ട്രാൻസ്ഫറിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വെക്റ്ററിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം?
അതിന് മുമ്പായി ഒബ്സർവ് ഹിയർ, ഇതാണ് ബാക്ടീരിയൽ സെല്ല്, ഇതാണ് ബാക്ടീരിയത്തിൻ്റെ DNA ഓഫ് ബാക്ടീരിയം. അതിന് പുറമെ കാണുന്ന സർക്കുലാർ DNA ആണ് പ്ലാസ്മിഡ്. വെക്ടറായി യൂസ് ചെയ്യുന്നത് പ്ലാസ്മിഡ്സിനെയാണ്. പ്ലാസ്മിഡ്സിന് റെപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. പ്ലാസ്മിഡ്സ് റെപ്ലിക്കേറ്റ് ചെയ്ത് ബാക്ടീരിയത്തിനകത്ത് ഒരുപാട് കോപ്പീസ് ഫോം ചെയ്യും. ഒരുപാട് കോപ്പീസ് ഓഫ് പ്ലാസ്മിഡ് ഫോം ചെയ്യും. കോപ്പീസിൻ്റെ നമ്പർ ഓരോ സെല്ലിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു ബാക്ടീരിയത്തിൽ പ്ലാസ്മിഡ് റെപ്ലിക്കേറ്റ് ചെയ്ത് 10 കോപ്പീസ് ഫോം ചെയ്യും. ഇനി വേറൊരു ബാക്ടീരിയത്തിലാണെങ്കിൽ 20 കോപ്പീസ് ഫോം ചെയ്യും. ഈ 10, 20 ഇതിനൊക്കെ കോപ്പി നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഫീച്ചേഴ്സ് ഓഫ് വെക്ടർ എന്താണെന്ന് നോക്കാം. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, ORI. This is a sequence from where replication start. It controls the copy number of linked DNA. നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, പ്ലാസ്മിഡിന് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ റെപ്ലിക്കേഷന് കൺട്രോൾ ചെയ്യുന്ന ഏരിയ ആണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയ ആണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഈ പ്ലാസ്മിഡ് എത്ര കോപ്പീസ് ഫോം ചെയ്യണം എന്നതും കൺട്രോൾ ചെയ്യുന്നത് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആണ്. നെക്സ്റ്റ്, വെക്ടറിൽ നിർബന്ധമായ ആവശ്യമുള്ള ഒന്നാണ് പ്രസൻസ് ഓഫ് സെലക്റ്റബിൾ മാർക്കേഴ്സ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിഫറൻഷിയേറ്റിംഗ് ട്രാൻസ്ഫോർമൻസ് ആൻഡ് നോൺ ട്രാൻസ്ഫോർമൻസ്. Transformation is a procedure through which a piece of DNA is introduced in a host bacterium. Observe here, നമ്മൾ റീകോംബിനന്റ് DNA കൺസ്ട്രക്ട് ചെയ്തു. അതിനുശേഷം ഇതിനെ ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് മാറ്റും. റീകോംബിനന്റ് DNAയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത DNA ഉണ്ട്, ഇൻസുലിൻ DNA ഉണ്ട് അല്ലേ. ഇൻസുലിൻ DNA നമ്മൾ നെക്സ്റ്റ് ബാക്ടീരിയൽ സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഒരു ബാക്ടീരിയൽ സെല്ലിലേക്ക് ഇങ്ങനെ ഫോറിൻ DNA ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ഫോർമേഷൻ. ഈ ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോസസ്സ് നടക്കുള്ളൂ. അതായത് ഇൻസുലിൻ DNA ബാക്ടീരിയൽ സെല്ലിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ബാക്ടീരിയ നെക്സ്റ്റ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഡിസയേർഡ് DNA, നമ്മൾ ഉദ്ദേശിക്കുന്ന DNA ബാക്ടീരിയൽ സെല്ലിലേക്ക്, ഹോസ്റ്റ് സെല്ലിലേക്ക് എൻറ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വെക്ടറിൽ കാണുന്ന ഒരു പർട്ടിക്കുലർ പ്ലേസ് ആണ് മാർക്കേഴ്സ്, സെലക്റ്റബിൾ മാർക്കേഴ്സ്. ഈ റീകോംബിനന്റ് DNA ഹോസ്റ്റ് സെല്ലിലേക്ക് എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവയിൽ ട്രാൻസ്ഫോർമേഷൻ നടന്നു അല്ലേ. അവയെ നമ്മൾ ട്രാൻസ്ഫോർമൻസ് എന്ന് പറയും. ഇനി ഈ റീകോംബിനന്റ് DNA ഹോസ്റ്റ് സെല്ലിലേക്ക് എൻറ്റർ ചെയ്തിട്ടില്ലെങ്കിൽ, ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടില്ല, സോ അവരെ നമ്മൾ നോൺ ട്രാൻസ്ഫോർമൻസ് എന്ന് പറയും. സോ നമുക്ക് ആവശ്യമുള്ളത് ട്രാൻസ്ഫോർമൻസിനെ മാത്രമാണ്, നോൺ ട്രാൻസ്ഫോർമൻസിന് ആവശ്യമില്ല. ട്രാൻസ്ഫോർമൻസിനെയും നോൺ ട്രാൻസ്ഫോർമൻസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി വെക്ടറിൽ കാണുന്ന ജീനാണ് സെലക്റ്റബിൾ മാർക്കേഴ്സ്. സെലക്റ്റബിൾ മാർക്കേഴ്സായി യൂസ് ചെയ്യുന്നത് ആംപിസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീൻ, ഇതൊക്കെയാണ്. വെക്ടറിൽ വേണ്ട നെക്സ്റ്റ് വൺ ആണ് ക്ലോണിംഗ് സൈറ്റ്. ഇറ്റ് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 റെക്കഗ്നീഷൻ സൈറ്റ് ഫോർ റെസ്ട്രിക്ഷൻ എൻസൈംസ് ഇൻ ഓർഡർ ടു ലിങ്ക് ദ ഡിസയേർഡ് DNA. നമ്മൾ ഉദ്ദേശിക്കുന്ന DNA വെക്ടറിലേക്ക് മാറ്റണമെങ്കിൽ ആദ്യം റെസ്ട്രിക്ഷൻ എൻസൈം വന്ന് ഈ വെക്ടറിലുള്ള ഒരു പെർട്ടിക്കുലർ സീക്വൻസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ കട്ട് ചെയ്യണം. അതാണ് ക്ലോണിംഗ് സൈറ്റ്. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻസുലിൻ DNA അവിടെ വന്ന് ജോയിൻ ചെയ്യുള്ളൂ. സോ ക്ലോണിംഗ് സൈറ്റ് എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ എൻസൈം വന്ന് കട്ട് ചെയ്യുന്ന പെർട്ടിക്കുലർ പ്ലേസ്. സോ ഒരു വെക്ടറിൽ എന്തായാലും ഉണ്ടായിരിക്കേണ്ടതാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, സെലക്റ്റബിൾ മാർക്കേഴ്സ് ആൻഡ് ക്ലോണിംഗ് സൈറ്റ്. Ti plasmid of Agrobacterium tumefaciens. Tumor-inducing plasmid is modified into a cloning vector which does not produce tumor but is able to use the mechanism to deliver genes of interest into plants. Retroviruses are also used as vectors. Agrobacterium tumefaciens എന്ന ഓർഗാനിസത്തിൻ്റെ ട്യൂമർ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്ന Ti പ്ലാസ്മിഡിൽ മാറ്റങ്ങൾ വരുത്തി അതിനെ ക്ലോണിംഗ് വെക്ടറായി യൂസ് ചെയ്യുന്നുണ്ട്. ഇവ പ്ലാന്റ്സിലാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ റിട്രോ വൈറസസും അവയെയും നമ്മൾ വെക്ടറായി യൂസ് ചെയ്യുന്നുണ്ട്. റിട്രോ വൈറസസിനെ ആദ്യം എന്ത് ചെയ്യും, ഇനാക്ടിവേറ്റഡ് ആക്കി അതിനെ വെക്ടേഴ്സായി യൂസ് ചെയ്യുന്നുണ്ട്. അനിമൽ സെൽസിലാണ് റിട്രോ വൈറസസിനെ യൂസ് ചെയ്യുക. പ്ലാസ്മിഡ്സ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദീസ് ആർ ദ സർക്കുലാർ എക്സ്ട്രാ ക്രോമോസോമൽ DNA ഓഫ് ബാക്ടീരിയ. പ്ലാസ്മിഡിൻ്റെ ഒരു എക്സാമ്പിളാണ് PBR322. PBR മീൻസ് പ്ലാസ്മിഡ് ഓഫ് ബൊലീവിയർ ആൻഡ് റോഡ്രിഗസ് 322 എന്നത് ടു ഡിസ്റ്റിങ്ക്വിഷ് ദ പ്ലാസ്മിഡ് ഫ്രം അതേഴ്സ്, മറ്റുള്ള പ്ലാസ്മിഡിൽ നിന്ന് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടി കൊടുത്ത നമ്പറാണ്. ഈ വെക്ടറിൻ്റെ സ്ട്രക്ചർ പഠിക്കാനുണ്ട്. PBR322 കൺസിസ്റ്റ് ഓഫ് 8 റെസ്ട്രിക്ഷൻ എൻസൈം റെക്കഗ്നീഷൻ സൈറ്റ്.
ഈ വെക്ടറിൽ 8 റെക്കഗ്നീഷൻ സൈറ്റ് ഉണ്ട്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ട്, റെപ്ലിക്കേഷൻ ഓഫ് പ്ലാസ്മിഡ് പ്രോട്ടീൻ ROP എന്ന റീജിയൻ ഉണ്ട്, സിന്തസൈസ് ദ പ്രോട്ടീൻ നെസസറി ഫോർ റെപ്ലിക്കേഷൻ ഓഫ് പ്ലാസ്മിഡ് റെപ്ലിക്കേഷന് ആവശ്യമായ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന റീജിയനാണ് ROP. അതുകൂടാതെ 2 സെലക്റ്റബിൾ മാർക്കേഴ്സ് ഉണ്ട്, ആംപിസിലിൻ ആൻഡ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ. ഒബ്സർവ് ദ ഫിഗർ. ഇതാണ് PBr322. ഇവിടെ 8 റെക്കഗ്നീഷൻ സൈറ്റ്സ് കാണാം ആൻഡ് ROP റീജിയന് കാണാം. പ്ലാസ്മിഡ് റെപ്ലിക്കേഷൻ ആവശ്യമായ പ്രോട്ടീൻസ് ഇവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷന് കാണാം. 2 സെലക്റ്റബിൾ മാർക്കേഴ്സും കാണാം. ടെറ്റാർ എന്ന് പറയുന്നത് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനാണ്. ആംപാർ എന്ന് പറയുന്നത് ആംപിസിലിൻ റെസിസ്റ്റൻറ്റ് ജീനാണ്. ഓരോ സ്റ്റെപ്പും ഒന്ന് ഓർത്തെടുക്കുക. നെക്സ്റ്റ് പറയാൻ പോകുന്ന സ്റ്റെപ്പാണ് ട്രാൻസ്ഫർ ഓഫ് റീകോമ്പിനൻറ്റ് DNA ടു ദ ഹോസ്റ്റ്. സോ റീകോമ്പിനൻറ്റ് DNA റെഡിയായി. അതിനെ നെക്സ്റ്റ് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. DNA ഹൈഡ്രോഫിലിക് ആണ്. DNAക്ക് ബാക്ടീരിയൽ സെല്ലിലൂടെ അകത്തേക്ക് പോകാൻ സാധിക്കില്ല. RDNA സ്വീകരിക്കാൻ വേണ്ടി ബാക്ടീരിയൽ സെല്ലിനെ നമ്മൾ ഫോഴ്സ് ചെയ്യണം. RDNA ബാക്ടീരിയൽ സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനുവേണ്ടി RDNA സ്വീകരിക്കാൻ ബാക്ടീരിയൽ സെല്ലിനെ നമ്മൾ ഫോഴ്സ് ചെയ്യണം അല്ലെങ്കിൽ റെഡിയാക്കണം. അതിനുവേണ്ടി ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് ഹീറ്റ് ഷോക്ക് മെത്തേഡ്. ട്രീറ്റിംഗ് ബാക്ടീരിയൽ സെൽ വിത്ത് ഡൈവാലൻ കാറ്റയോൺ സച്ചസ് കാൽഷ്യം. ആദ്യം ബാക്ടീരിയൽ സെല്ലിനെ കാൽഷ്യവുമായി ട്രീറ്റ് ചെയ്യുന്നു. ഇൻക്യുബേറ്റ് ദ സെൽ വിത്ത് RDNA ഓൺ ഐസ്. അതിനുശേഷം ബാക്ടീരിയൽ സെല്ലിനെയും RDNAയും ഒന്നിച്ച് ഐസിൽ ഇൻക്യൂബേറ്റ് ചെയ്യുന്നു. പ്ലേസിംഗ് ദം ബ്രീഫ്ലി അറ്റ് 42 ഡിഗ്രി സെൽഷ്യസ്, ദാറ്റ് ഈസ് ഹീറ്റ് ഷോക്ക്. അതിനുശേഷം 42 ഡിഗ്രി സെൽഷ്യസിൽ ബാക്ടീരിയൽ സെല്ലിനെയും RDNAയും പ്ലേസ് ചെയ്യുന്നു. പുട്ട് ദം ബാക്ക് ഓൺ ഐസ്. നെക്സ്റ്റ് ഐസിലേക്ക് മാറ്റുന്നു. ഇങ്ങനെ ചെയ്താൽ RDNA ഹോസ്റ്റ് സെല്ലിലേക്ക് എൻറ്റർ ചെയ്യും. RDNA ബാക്ടീരിയൽ സെല്ലിലേക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇത്. ഇനി അനിമൽ സെല്ലിലേക്കാണ് RDNA ട്രാൻസ്ഫർ ചെയ്യേണ്ടതെങ്കിൽ അതിന് മൈക്രോ ഇഞ്ചക്ഷൻ യൂസ് ചെയ്യാം. മൈക്രോ നീഡിൽസ് ഓഫ് 1 to 2 മൈക്രോമീറ്റർ ഈസ് യൂസ്ഡ് ടു ഇഞ്ചെക്ട് DNA ഡയറക്ട്ലി ഇൻ ടു ദ ന്യൂക്ലിയസ് ഓഫ് ആൻ അനിമൽ സെൽ. മൈക്രോ ഇഞ്ചക്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത് RDNAയെ നേരിട്ട് അനിമൽ സെല്ലിന് ന്യൂക്ലിയസിലേക്ക് കുത്തിവെക്കാം. RDNAയെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് പ്ലാന്റ്സിലേക്കാണെങ്കിൽ ജീൻ ഗൺ മെത്തേഡ് യൂസ് ചെയ്യാം. In this, DNA coated microparticles of gold or tungsten are shot with high velocity to plant cell. DNA കോട്ട് ചെയ്ത ഗോൾഡ് ഓർ ടങ്സ്റ്റൺ സ്പീഡിൽ പ്ലാന്റ് സെല്ലിലേക്ക് കൂട്ടിയിടിപ്പിക്കുന്നു. ഇതാണ് ജീൻ ഗൺ മെത്തേഡ്. സോ RDNA മോളിക്യൂളിനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്ത് ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഈ ഹോസ്റ്റ് സെല്ലിലേക്ക് RDNA മോളിക്യൂൾ എൻറ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി സെലക്റ്റബിൾ മാർക്കേഴ്സ് യൂസ് ചെയ്യാം അല്ലേ? എങ്ങനെയാണിത് കണ്ടുപിടിക്കുക? സെലക്ഷൻ ഓഫ് ട്രാൻസ്ഫോർമൻസ്. സെലക്ഷൻ ഓഫ് ട്രാൻസ്ഫോർമഡ് സെൽ ഫ്രം നോൺ ട്രാൻസ്ഫോർമഡ് വൺ ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെലക്റ്റബിൾ മാർക്കേഴ്സ് ആൻഡ് ഇറ്റ്സ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. ട്രാൻസ്ഫോർമഡ് സെൽസിനെയും നോൺ ട്രാൻസ്ഫോർമഡ് സെൽസിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി സെലക്റ്റബിൾ മാർക്കേഴ്സ് യൂസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് മെത്തേഡ് യൂസിങ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ ആസ് മാർക്കർ. സോ വെക്ടറിൽ കാണുന്ന ഒരു ജീനാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ. അതിനെ സെലക്റ്റബിൾ മാർക്കറായി യൂസ് ചെയ്താണ് ആദ്യത്തെ മെത്തേഡ്. ലിഗേറ്റ് ഫോറിൻ DNA അറ്റ് ദ BAMH1 സൈറ്റ് ഓഫ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീൻ ഇൻ ദ വെക്ടർ PBr322. PBr322 എന്ന വെക്ടറിൻ്റെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനിലെ BAMH1 എന്ന സൈറ്റിലേക്ക് ഫോറിൻ DNA ആദ്യം അറ്റാച്ച് ചെയ്യണം. അങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഈ പ്ലാസ്മിഡിൻ്റെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് നഷ്ടപ്പെടും. അതായത് ടെട്രാസൈക്ലിൻ മീഡിയത്തിൽ ഗ്രോ ചെയ്താൽ അതിന് ഗ്രോ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അതായത് ടെട്രാസൈക്ലിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് അതിന് നഷ്ടപ്പെടും. ഈ പ്ലാസ്മിഡുകളെ നെക്സ്റ്റ് ആംപിസിലിൻ മീഡിയത്തിൽ വളർത്തിയതിന് ശേഷം ടെട്രാസൈക്ലിൻ മീഡിയത്തിലേക്ക് മാറ്റും. ആദ്യം ആംപിസിലിൻ മീഡിയത്തിൽ ഗ്രോ ചെയ്യും, അതിനുശേഷം ടെട്രാസൈക്ലിൻ മീഡിയത്തിൽ ഗ്രോ ചെയ്യും. റീകോമ്പിനൻറ്റ് DNA എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആംപിസിലിൻ മീഡിയത്തിൽ ഈ ബാക്ടീരിയ വളരും, ടെട്രാസൈക്ലിൻ മീഡിയത്തിൽ വളരില്ല. ഇനി നോൺ റീകോമ്പിനൻസ് ആണെങ്കിൽ രണ്ട് മീഡിയത്തിലും ഗ്രോ ചെയ്യും. ദ റീകോമ്പിനൻസ് ഗ്രോ ഇൻ ആംപിസിലിൻ കണ്ടെയ്നിങ് മീഡിയം ബട്ട് നോട്ട് ഓൺ ദാറ്റ് കണ്ടെയ്നിങ് ടെട്രാസൈക്ലിൻ. കാരണം നമ്മൾ ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തത് എവിടെയാണ്? ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനിൻ്റെ BAMH1 സൈറ്റിലാണ്.
അതുകൊണ്ട് ടെട്രാസൈക്ലിൻ മീഡിയത്തിൽ ഇവ ഗ്രോ ചെയ്യില്ല. പക്ഷേ ആംപിസിലിൻ മീഡിയത്തിൽ ഇവ ഗ്രോ ചെയ്യും. ആംപിസിലിൻ റെസിസ്റ്റൻറ്റ് ജീനിനെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇനി നോൺ റീകോംബിനൻസ് ആണെങ്കിൽ 2 മീഡിയത്തിലും ഗ്രോ ചെയ്യും. കാരണം ഫോറിൻ DNA ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനിലേക്ക് എൻറ്റർ ചെയ്തിട്ടില്ല എന്നാണ് മീനിങ്. നെക്സ്റ്റ് മെത്തേഡാണ് യൂസിങ് എൻസൈം പ്രൊഡ്യൂസിങ് ജീൻ ആസ് മാർക്കർ. എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ജീനിനെ മാർക്കറായി യൂസ് ചെയ്തിട്ടുള്ളതാണ് സെക്കൻഡ് മെത്തേഡ്. RDNA is inserted within the coding sequence of an enzyme beta-galactosidase. ബീറ്റാ-ഗാലക്ടോസിഡേസ് ഉണ്ടാക്കാൻ കഴിവുള്ള ജീനിൻ്റെ കോഡിംഗ് സീക്വൻസിലേക്ക് RDNA നെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, ബീറ്റാ-ഗാലക്ടോസിഡേസ് എന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ജീനിൻ്റെ കോഡിംഗ് സീക്വൻസിലേക്കാണ് നെക്സ്റ്റ് RDNA ചേർക്കുന്നത്. അങ്ങനെ ഈ എൻസൈം ഇനാക്ടിവേറ്റഡ് ആകും. ഇതിനെയാണ് കേട്ടോ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറയുക. ഓക്കെ, if the plasmid in the bacteria does not have an insert, blue colored colonies are formed. If the plasmid in the bacteria have an insert, the colonies do not produce any color. These are identified as recombinant colonies. അതായത് ഇവിടെ ട്രാൻസ്ഫോർമേഷൻ നടക്കാത്തതിൽ നിന്ന് ട്രാൻസ്ഫോർമേഷൻ നടന്ന ബാക്ടീരിയത്തിനെ സെലക്ട് ചെയ്യുന്നത് ക്രോമോജനിക് സബ്സ്റ്റൻസിൻ്റെ പ്രസൻസിൽ അവയ്ക്ക് കളർ ഉണ്ടാക്കാൻ കഴിയുമോ ഇല്ലയോ എന്നതിനെ ബേസ് ചെയ്താണ്. ക്രോമോജനിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് കളറിംഗ് സബ്സ്റ്റൻസ് ആണ്. ഇവിടെ ഓർമ്മ വേണം, ബീറ്റാ-ഗാലക്ടോസിഡേസ് എന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ജീനിൻ്റെ കോഡിംഗ് സീക്വൻസിലേക്കാണ് DNA ചേർക്കുന്നത്. അത് കാരണം ഈ ജീൻ ഇനാക്ടിവേറ്റഡ് ആകും, എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ നടന്നു. ജീൻ ഇനാക്ടിവേറ്റഡ് ആയി ഇതിന് ബീറ്റാ-ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. ബീറ്റാ-ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ബ്ലൂ കളർ കോളനീസ് ഫോം ചെയ്യില്ല. ബീറ്റാ-ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ബ്ലൂ കളർ കോളനീസ് ഫോം ചെയ്യും. സോ DNA പ്ലാസ്മിഡിലേക്ക് എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബീറ്റാ-ഗാലക്ടോസിഡേസ് ജീൻ ഇനാക്റ്റീവ് ആകും. അത് കാരണം ബ്ലൂ കളർ കോളനീസ് ഫോം ചെയ്യില്ല, അല്ലേ? പക്ഷേ DNA പ്ലാസ്മിഡിലേക്ക് എൻറ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ബ്ലൂ കളർ കോളനീസ് ഫോം ചെയ്യും. ആ സമയത്ത് ജീൻ ആക്റ്റീവ് ആയിരിക്കും, ബീറ്റാ-ഗാലക്ടോസിഡേസ് എൻസൈം ഫോം ചെയ്യും, ബ്ലൂ കളർ കോളനീസും ഫോം ചെയ്യും. സോ നമ്മൾ ഉദ്ദേശിക്കുന്ന DNA ക്യാരി ചെയ്യുന്ന പ്ലാസ്മിഡ് വെക്ടറിനെ ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫോം ചെയ്തു, ഡോമിനൻറ്റിനെ സെലക്ട് ചെയ്തു, അവയെ നെക്സ്റ്റ് ഗ്രോ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതായത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനുള്ള പ്ലാസ്മിഡിനെ ഹോസ്റ്റ് ബാക്ടീരിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, അല്ലേ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടു പ്രൊഡ്യൂസ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് പ്രോഡക്റ്റ് ബയോറിയാക്ടേഴ്സ് ആർ യൂസ്ഡ്. നമുക്ക് ഒരുപാട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യണം. ഒരുപാട് ഇൻസുലിൻ ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ബയോറിയാക്ടേഴ്സ് യൂസ് ചെയ്യും. ഹോസ്റ്റ് ഓർഗാനിസത്തിന് ഗ്രോ ചെയ്യാൻ ആവശ്യമായ എല്ലാ ഗ്രോത്ത് കണ്ടീഷൻസും പ്രൊവൈഡ് ചെയ്യും. ലൈക്ക് ടെമ്പറേച്ചർ, pH, സബ്സ്ട്രേറ്റ്, സോൾട്ട്, വൈറ്റമിൻ, ഓക്സിജൻ എക്സെട്ര. 2 ടൈപ്പ് ബയോറിയാക്ടേഴ്സ് യൂസ് ചെയ്യാം. സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടറും സ്പാജഡ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ. അതിൽ ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് എ സിലിണ്ട്രിക്കൽ റിയാക്ടർ ഹാവിങ്, അതിൻ്റെ ഒരു പാർട്സ് ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. സ്റ്റിറർ ഓർ അജിറ്റേറ്റർ സിസ്റ്റം, ഫെസിലിറ്റേറ്റ് ഈവൻ മിക്സിംഗ് ഓഫ് ദ റിയാക്ടർ കണ്ടൻറ്റ്സ്, ഓക്സിജൻ ഡെലിവറി സിസ്റ്റം ഉണ്ട്, ഫോം കൺട്രോൾ സിസ്റ്റം, ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം, pH കൺട്രോൾ സിസ്റ്റം, സാമ്പിളിംഗ് പോഡ് ഫോർ ദ പീരിയഡിക് വിത്ഡ്രോവൽ ഓഫ് ദ കൾച്ചർ. സോ മൈക്രോ ഓർഗാനിസംസിന്, അതായത് ബാക്ടീരിയൽ സെല്ലിന്, റീകോംബിനേഷൻ നടന്ന ബാക്ടീരിയൽ സെല്ലിനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയാണ് ബയോറിയാക്ടേഴ്സ് യൂസ് ചെയ്യുക. അതിനാവശ്യമായ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടറിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കമ്പോണൻസ് കൂടി കാണാം. സ്പാർജഡ് സ്റ്റിർഡ് ടാങ്ക് റിയാക്ടറിൽ ഇറ്റ് ഈസ് എ സ്റ്റിർഡ് ടൈപ്പ് റിയാക്ടർ ഇൻ വിച്ച് എയർ ഈസ് ബബിൾഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ടാങ്ക് ത്രൂ എ പോറസ് റിംഗ് കോൾഡ് സ്പ്രാഞ്ചർ. ഇവിടെ ഒരു പോറസ് ആയിട്ടുള്ള റിങ് കാണാം, സ്പ്രാഞ്ചർ എന്ന് പറയുന്ന ഒരു റിങ് കാണാം. സോ ബയോറിയാക്ടേഴ്സിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ബയോറിയാക്ടേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ ഒരുപാട് ഓർഗാനിസംസിനെ പ്രൊഡ്യൂസ് ചെയ്തു. നെക്സ്റ്റ് അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് എക്സ്ട്രാക്ട് ചെയ്യണം. ഇൻസുലിൻ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, എക്സ്ട്രാക്ഷൻ ഓഫ് ഡിസൈർഡ് പ്രോഡക്റ്റ്. ദ എക്സ്ട്രാക്ഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഡിസൈർഡ് പ്രോഡക്റ്റ് ഫ്രം ദ കൾച്ചർ മീഡിയം ഈസ് നോൺ ആസ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. നമ്മൾ കൾച്ചർ ചെയ്ത ഓർഗാനിസംസിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് എക്സ്ട്രാക്ട് ചെയ്യുന്ന, പ്യൂരിഫൈ ചെയ്യുന്ന മെത്തേഡാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. അതിൻ്റെ സ്റ്റെപ്സ് ആദ്യം സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് ജീൻ പ്രോഡക്ട്സ്. ജീൻ പ്രോഡക്റ്റ് ആദ്യം സെപ്പറേറ്റ് ചെയ്യണം, നെക്സ്റ്റ് പ്യൂരിഫൈ ചെയ്യണം. അഡീഷൻ ഓഫ് സ്യൂട്ടബിൾ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യണം. ഗോസ് ത്രൂ ക്ലിനിക്കൽ ട്രയൽ ഇൻ കേസ് ഓഫ് ഡ്രഗ്സ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇൻസുലിൻ പ്രൊഡക്ഷനാണ്.
അതിൻ്റെ ക്ലിനിക്കൽ ട്രയൽ കണ്ടക്ട് ചെയ്യണം. അതായത് പ്രൊഡ്യൂസ് ചെയ്ത ഇൻസുലിൻ ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് ക്ലിനിക്കൽ ട്രയൽ കണ്ടക്ട് ചെയ്ത് ഒബ്സർവ് ചെയ്യണം. ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ്, പ്രൊഡ്യൂസ് ചെയ്ത ജീൻ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം. സോ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്ന പോയിൻറ്റ്സ്. ആദ്യം പറഞ്ഞ ആ എക്സാമ്പിൾ വെച്ച് ഓരോ സ്റ്റെപ്പ് ഓർത്തെടുത്താൽ പെട്ടെന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും.